യാ ഖവിയ്യു യാ മതീനു ഖിഫി ശർറൽ ളാലിമീൻ. ഹദ്ദാദിന്റെ 13ാമത്തെ ദിക്ർ. യാ ഖവിയ്യു യാ മതീനു. അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് റബ്ബിനെ വിളിക്കാം, അള്ളാഹുവിനെ വിളിക്കാം. യാ ഖവിയ്യു യാ മതീനു. ഖവിയ്യ്, മതീൻ അള്ളാഹുവിന്റെ പേരാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അള്ളാഹുവിന്റെ ഇസ്മായി തന്നെ പരാമർശിച്ചിട്ടുള്ള നാമമാണ്. 2 നാമങ്ങളാണ് ഖവിയ്യും മതീൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. പരിശുദ്ധ ഖുർആൻ ദുൽ ഖുവ്വത്തിൽ മതീൻ. ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്. ഖവിയ്യ്, അസീസ്. ഖവിയ്യ്, ദുൽ ഖുവ്വ എന്നൊക്കെ പറഞ്ഞ 2 അർത്ഥം തന്നെയാണ്. മതീൻ ഒന്ന്. ഖവിയ്യ് എന്നതിനേക്കാൾ കുറച്ചുകൂടി മുബാലഗത്ത് അഥവാ കുറച്ചുകൂടി അർത്ഥത്തിൽ വ്യാപ്തിയുള്ള ഒരു പദമാണ് മതീൻ. അർത്ഥത്തില് ആ വാക്ക് പരാമർശിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുവ്വത്ത്, അള്ളാഹുവിന്റെ കഴിവ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലദീ ലാ യുഅ്ജിസുഹു ശൈഉൻ വലാ യഗ്ലിബുഹു അഹദുൻ. അള്ളാഹിനെ അശക്തനാക്കുക ഒരു സംഗതി ഇല്ല, അള്ളാഹിനെ പരാജയപ്പെടുത്താൻ ഒന്നുമില്ല. അള്ളാഹുവിനെ തളർച്ച ബാധിക്കൂല, ബലഹീനത ബാധിക്കൂല. വൽ മതീനു യദുല്ലു അലാ ശിദ്ദത്തിൽ ഖുവ്വത്തി. ഖുവ്വത്ത് കുറച്ച് ശക്തിയാകുന്ന ഒരു അർത്ഥത്തെ കുറിക്കുന്ന പദമാണ് മതീൻ. വൈന ഖുവ്വത്തഹു ലാ തൻഖതിഉ. അള്ളാഹിന്റെ ഖുവ്വത്ത് മുറിഞ്ഞു പോകൂല. വലാ യൽഹഖുഹാ ളുഅഫൻ. ഒരു ബലഹീനതയും അതിനോടൊപ്പം ചേരുകയുമില്ല. അപ്പൊ അള്ളാഹു ശക്തിമത്തനാണ്. മതീനും ഖവിയ്യും എന്ന ഇസ്മു കൊണ്ട് അള്ളാഹിനെ വിളിക്കുമ്പോൾ ഓരോ ഇസ്മുകളും, അള്ളാഹുവിനെ വിളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഇസ്മുകളും ഓരോ പദങ്ങളും അതിന് അനുയോജ്യമായ ഒരു ദുആ കൊണ്ടായിരിക്കും പിന്നെ നമ്മൾ നടത്തുക. ഒരു ദുആയായിരിക്കും നടത്തുക. യാ റഹ്മാൻ റഹ്മാൻ എന്ന് പറയുമ്പോൾ ഇർഹംനി, റഹ്മാൻ കാരുണ്യവാനെ എന്ന് വിളിക്കുമ്പോൾ ഇർഹംനി, കരുണ ചെയ്യണേ എന്നർത്ഥം. എന്നതുപോലെ യാ ഗഫാർ, പാപങ്ങൾ പൊറുക്കുന്ന അള്ളാഹ് എന്ന് അള്ളാഹിനെ വിളിക്കുമ്പോൾ ഇഗ്ഫിർലി, എനിക്ക് നീ മാപ്പ് തരണേ, പുറത്തരണേ എന്നർത്ഥം വരും. അപ്പൊ ശക്തനായ അള്ളാഹുവേ, ദൃഢനായ അള്ളാഹുവേ എന്ന് റബ്ബനെ വിളിക്കുമ്പോൾ അവിടെ അതുപോലെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇക്ഫി ശർറൽ ളാലിമീൻ. അക്രമികളെ ഷർറിനെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. അക്രമികളുടെ ഷർറിനെ തൊട്ട്, അവരുണ്ടാക്കുന്ന നാശങ്ങൾ, ഇടങ്ങേറുകൾ, ഫിത്നകൾ തൊട്ട് കാക്കണേ അല്ലാഹ്, സംരക്ഷണം നൽകണേ അല്ലാഹ് എന്ന ഒരു വലിയ പ്രാർത്ഥനയാണ്. അല്ലാഹു തആല ളാലിമീങ്ങളുടെ ഷർറിനെ തൊട്ട് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കൾ മാതാപിതാക്കൾ എവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.